നമസ്കാരം. മോർണിംഗ് ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹഷ്മണി കേസിൽ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോടതി വക ഒരേ സമയം തല്ലും തലോടും. പോൺ താരം സ്റ്റോമി ഡാനിയൽസിന് പണം നൽകിയെന്ന കേസിൽ ട്രംപ് കുറ്റക്കാരനെന്ന ന്യൂയോർക്ക് ജൂറിയുടെ വിധി ശരിവെച്ച് ന്യൂയോർക്ക് കോടതി. ഔപചാരികമായി വിധി പ്രസ്താവന നടത്തിയെങ്കിലും ട്രംപിനെതിരെ ശിക്ഷ വിധിക്കുന്നത് ഒഴിവാക്കി. വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കോർന മച്ചാഡോയെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ അനുയായികൾ തട്ടിക്കൊണ്ടുപോയെന്ന് ആരോപണം. മഡുറോ വീണ്ടും പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്യുന്നതിനെതിരെ നടന്ന സമരത്തിലാണ് നാടകീയ സംഭവം. UK സമ്പദ് വ്യവസ്ഥയെ തളർത്തുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ചൈന സന്ദർശിച്ച റേച്ചൽ റീവ്സ്. ഈ സർക്കാരിന്റെ ദൗത്യം വളർച്ചയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAPക്ക് പിന്തുണ പ്രഖ്യാപിച്ച ശിവസേന ഉദ്ധവ് വിഭാഗം. സംസ്ഥാനത്ത് സഖ്യത്തിലുള്ള കോൺഗ്രസിനെ ഡൽഹിയിൽ തള്ളിയാണ് AAPക്കൊപ്പം നിലയുറപ്പിച്ചത്. KCBC പ്രസിഡന്റ് കർദിനാൾ ക്ലീമിസ് ബാവ പാണക്കാട് സന്ദർശനം നടത്തി. 1 മണിക്കൂർ നീണ്ട കൂടിയാഴ്ചയിൽ ചർച്ചയായത് രാഷ്ട്രീയം. എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൌസിൽ സംഘർഷം. നാട്ടുകാരും വിശ്വാസികളും തമ്മിൽ ഏറ്റുമുട്ടി. അന്തരിച്ച ഗായകൻ P. ജയചന്ദ്രന്റെ മൃതദേഹം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടന്നത്. അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. വാർത്തകൾ വിശദമായി. വിവാഹേതര ബന്ധം മറച്ചുവെക്കാൻ പോൺ താരം സ്റ്റോമി ഡാനിയൽസിന് പണം നൽകിയെന്ന ഹഷ്മണി കേസിൽ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനെന്ന ന്യൂയോർക്ക് ജൂറിയുടെ വിധി ശരിവെച്ച് ന്യൂയോർക്ക് കോടതി. ഔപചാരികമായി വിധി പ്രസ്താവന നടത്തിയെങ്കിലും ജഡ്ജി ജുവാൻ മെർച്ചൽ ട്രംപിനെതിരെയുള്ള ശിക്ഷ വിധിക്കുന്നത് ഒഴിവാക്കി. ജനുവരി 20-ന് പ്രസിഡന്റായി അധികാരമേൽക്കാനിരിക്കുന്ന ട്രംപിന് ഇതോടെ ജയിൽവാസമോ പിഴയോ നേരിടേണ്ടി വരില്ലെന്നാണ് റിപ്പോർട്ട്. നിയുക്ത പ്രസിഡന്റായതിനാൽ നിയമം അനുവദിക്കുന്ന പ്രത്യേക പരിരക്ഷ ട്രംപിന് ലഭിക്കുമെന്നതാണ് കാരണം. ടോമിയുമായുള്ള ബന്ധം മറച്ചുവെക്കാൻ 2016-ലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കവേ ട്രംപ് $1.30 ലക്ഷം സ്റ്റോമിക്ക് നൽകിയെന്നും ഇതിനായി ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നുമാണ് കേസ്. വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കോറിന മച്ചാഡോയെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ അനുയായികൾ തട്ടിക്കൊണ്ടുപോയെന്ന് ആരോപണം. മഡുറോ വീണ്ടും പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്യുന്നതിനെതിരെ നടന്ന സമരത്തിലാണ് നാടകീയ സംഭവങ്ങൾ. റാലിക്കിടെ സൈനികർ മരിയയോടൊപ്പം വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഒരു മോട്ടോർ സൈക്കിളിലാണ് അവരെ കൊണ്ടുപോയത്. എന്നാൽ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ മരിയ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും താൻ സ്വതന്ത്രയാണെന്ന് അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മഡുറോ വിജയിച്ചതിനെ തുടർന്ന് 3ാം വട്ടവും പ്രസിഡന്റാകുകയാണ് അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്നും യഥാർത്ഥത്തിൽ തങ്ങളാണ് വിജയിച്ചതെന്നും പ്രതിപക്ഷം പറയുന്നു. രാജ്യാന്തര നിരീക്ഷകരും ഇത് ശരിവയ്ക്കുന്നുണ്ട്. മരിയയ്ക്ക് പിന്തുണയായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ചണ്ഡീഗഡിലെ ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടി MLA ഗുർപ്രീത് ഗോഗി ബസി വെടിയേറ്റ് മരിച്ചു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. AAP ജില്ലാ പ്രസിഡന്റ് ശരൺപാൽ സിംഗ് മക്കറും പോലീസ് കമ്മീഷണർ കുൽദീപ് സിംഗ് ചാഹലും മരണം സ്ഥിരീകരിച്ചു. MLA ആത്മഹത്യ ചെയ്തതാണോ അബദ്ധത്തിൽ വെടിയേറ്റ് മരിച്ചതാണോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുമെന്ന് കമ്മീഷണർ കുൽദീപ് സിംഗ് പറഞ്ഞു. ലോസ് ഏഞ്ചൽസിലെ സമ്പന്നമായ ബ്രെന്റ്വുഡ് പ്രദേശത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം തീ പടരുന്നതിനാൽ സർക്കാർ നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവിറക്കി. കാട്ടുതീയുടെ ഭീഷണി നേരിടുന്ന പ്രദേശം ഗെറ്റി സെന്ററും ബ്രെന്റ്വുഡ്, എൻസിനോ അയൽപ്പക്കങ്ങളുടെ ഭാഗങ്ങളും ഉൾപ്പെടുന്നു. ഈ ആഴ്ച ലോസ് ഏഞ്ചൽസ് പ്രദേശത്തെ 35,000 ഏക്കറിലധികം കാട്ടുതീ പടർന്നു. കുറഞ്ഞത് 11 പേരെങ്കിലും കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്തു. കാട്ടുതീയിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കണക്കിൽപ്പെടാത്ത ധാരാളം ആളുകൾ ഉണ്ടെന്നും പ്രസിഡന്റ് ബൈഡൻ അഭിപ്രായപ്പെട്ടു. ബെൽജിയൻ മോട്ടോർ വേയിലുണ്ടായ വാഹന അപകടത്തിൽ 12കാരൻ മരിച്ചു. ബ്രിട്ടൻകാരനാണ് കൊല്ലപ്പെട്ട ബാലൻ. കുട്ടിയുടെ ഇരട്ട സഹോദരൻ ഉൾപ്പെടെ ആ കുടുംബത്തിലെ 5 അംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫ്രഞ്ച് അതിർത്തിയിലേക്ക് കുട്ടിയുടെ കുടുംബം യാത്ര ചെയ്യുന്ന സമയത്ത് അതിരാവിലെ 1 മണിക്കാണ് അപകടമുണ്ടായത് എന്നാണ് ബെൽജിയം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുട്ടിയുടെ കുടുംബം സഞ്ചരിച്ചിരുന്ന ബ്രിട്ടീഷ് രജിസ്ട്രേഷനുള്ള BMW X5 കാർ നിയന്ത്രണം വിട്ട് മോട്ടോർ വേക്കും എക്സിറ്റ് റോഡിനും ഇടയിലുള്ള മതിലിൽ ഇടിക്കുകയായിരുന്നു. 12 വയസ്സുകാരൻ കാറിൽ നിന്നും തെറിച്ച് പുറത്തേക്ക് വീഴുകയും വീഴ്ചയിൽ പറ്റിയ പരിക്കിനാൽ മരണമടയുകയുമായിരുന്നു. UK സമ്പദ് വ്യവസ്ഥയെ വളർത്തുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ചൈന സന്ദർശിച്ച റേച്ചൽ റീവ്സ്. വളർച്ചയാണ് ഈ സർക്കാരിന്റെ ദൗത്യമെന്നും അവർ പറഞ്ഞു. ബജറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന ധനകാര്യ നിയമങ്ങൾ ചർച്ച ചെയ്യാവുന്നതല്ല. സാമ്പത്തിക സ്ഥിരതയാണ് സാമ്പത്തിക വളർച്ചയ്ക്കും സമൃദ്ധിക്കും അടിസ്ഥാനമെന്നും അവർ പറഞ്ഞു. ഈ പാർലമെന്റിന്റെ അവസാനത്തോടെ ദേശീയ വരുമാനത്തിന്റെ ഒരു വിഹിതമായി കടം കുറയുമെന്നും അവർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി സർ
കെയർ സ്റ്റാർമറും പ്രസിഡന്റ് സിയും തമ്മിലുള്ള ആഴത്തിലുള്ള സാമ്പത്തിക സഹകരണം പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയാണ് റീവ്സിന്റെ ചൈന സന്ദർശനമെന്ന് ട്രഷറി പറഞ്ഞു. സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റ് ജോ ബൈഡനുമായി സംസാരിച്ചെന്നും അദ്ദേഹത്തിന്റെ അചഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി പറയുന്നെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഞാൻ ബൈഡനുമായി സംസാരിച്ചു. കാലിഫോർണിയയിലെ കാട്ടുതീയിലുണ്ടായ ദാരുണമായ ജീവഹാനിയിൽ അനുശോചനം രേഖപ്പെടുത്തി. യുക്രൈനിന്റെ സ്വാതന്ത്ര്യത്തിനുള്ള അചഞ്ചലമായ പിന്തുണയ്ക്കും അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിൽ US വഹിച്ച സുപ്രധാന പങ്കിനും അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഇക്കാര്യത്തിലേറിയാൽ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAPക്ക് പിന്തുണ പ്രഖ്യാപിച്ച ശിവസേന ഉദ്ധവ് വിഭാഗം. സംസ്ഥാനത്ത് സഖ്യത്തിലുള്ള കോൺഗ്രസിനെ ഡൽഹിയിൽ തള്ളിയാണ് AAPക്കൊപ്പം നിലയുറപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും പിന്നാലെയാണ് ഉദ്ധവും AAPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ AAPയെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നതെന്നും ശിവസേന പറഞ്ഞു. ഡൽഹിയിൽ ശിവസേനയ്ക്ക് സ്വാധീനമില്ലാത്തതിനാൽ അവരുടെ നിലപാട് കോൺഗ്രസ് കാര്യമാക്കുന്നില്ല. എന്നാൽ ദേശീയ കെട്ടുറപ്പിനെ സേനാ നീക്കം ബാധിക്കും. മുംബൈയിൽ അടക്കം നടക്കാനിരിക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഉദ്ധവ് പക്ഷത്തിന്റെ നീക്കം. രാജ്യത്ത് 2014 മുതൽ ഇങ്ങോട്ടുള്ള 10 വർഷത്തിനിടെ ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചതായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. ഇക്കാലയളവിൽ 4356 അക്രമങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 2023 അപേക്ഷിച്ച് 2024 100 അക്രമ സംഭവങ്ങൾ കൂടി. 2023 734 ആയിരുന്നത് 2024 834 വർദ്ധിച്ചു. KCBC പ്രസിഡന്റ് കർദിനാൾ ക്ലീമിസ് ബാവ പാണക്കാട് സന്ദർശനം നടത്തി. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു KCBC പ്രസിഡന്റ് പാണക്കാട് എത്തിയത്. മുസ്ലിം ലീഗ് നേതാക്കൾ ക്ലീമിസ് ബാവയെ സ്വീകരിച്ചു. മുസ്ലിം ലീഗ് നേതാക്കളായ സാദിഖലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി KCBC പ്രസിഡന്റ് ചർച്ച നടത്തി. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. UDFലെ വിഷയങ്ങളും ഇവർ ചർച്ച ചെയ്തു. സാമുദായിക നേതൃത്വങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ നീക്കം നടത്തുന്നതിനിടയിലാണ് ക്ലീമിസ് ബാവ കോഴിക്കോട് എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായുള്ള നിർണായക കൂടിക്കാഴ്ചയെന്നാണ് വിവരം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത് കേക്ക് മുറിച്ചതിനെതിരെ വിമർശനവുമായി സമസ്ത നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ്. ഇത്തരം മതങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്ന് അബ്ദുൾ ഹമീദ് ഫൈസി ചൂണ്ടിക്കാട്ടി. ലീഗിന്റെ മുൻ നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ മാതൃക കാണിച്ചിട്ടുണ്ടെന്ന് അബ്ദുൾ ഹമീദ് ഫൈസി വ്യക്തമാക്കി. സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയുടെ നേതാവാണ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ്. നിരാഹാരം ഇരുന്ന വൈദികരെ പോലീസ് നീക്കം ചെയ്തതിന് പിന്നാലെ എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൌസിൽ സംഘർഷം. ഇന്ന് രാവിലെ 5:30യോടെയാണ് ബിഷപ്പ് ഹൌസിൽ നിരാഹാര സമരം നടത്തിയ 21 വൈദികരെ പോലീസ് നീക്കിയത്. ശ്രമം വൈദികർ പ്രതിരോധിച്ചതോടെ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. തൊട്ടു പിന്നാലെ വൈദികർക്ക് പിന്തുണയുമായി ഒരു വിഭാഗം വിശ്വാസികളും സ്ഥലത്തെത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. വൈദികരെ സമീപത്തെ സെന്റ് മേരീസ് ബസലിക്കയിലേക്കാണ് നീക്കിയത്. ബിഷപ്പ് ഹൌസിൽ പ്രതിഷേധം അനുവദിക്കില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. അന്തരിച്ച ഗായകൻ P. ജയചന്ദ്രന്റെ മൃതദേഹം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടന്നത്. അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് സംഗീത പ്രേമികൾ പൂങ്കുന്നത്തെ വീട്ടിലും സംഗീത നാടക അക്കാദമി തിയേറ്ററിലും എത്തി P. ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 8:30യോടെ മൃതദേഹം അമല മെഡിക്കൽ കോളേജിൽ നിന്ന് പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത നടപടികളിലേക്ക് പോലീസ്. ബോബി നടത്തിയ മറ്റ് അശ്ലീല പരാമർശങ്ങൾ കൂടി പരിശോധിക്കാനാണ് പോലീസ് നീക്കം. യൂട്യൂബ് ചാനലിൽ ഇദ്ദേഹം നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അടങ്ങിയ വീഡിയോ പോലീസ് കോടതിയിൽ ഹാജരാക്കി. ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും പോലീസ് തയ്യാറെടുക്കുകയാണ്. നിലവിൽ റിമാൻഡിലുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് കൂടുതൽ നടപടികൾ പോലീസ് ശക്തമാക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പലരോടും ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയതിന് തെളിവ് യൂട്യൂബിൽ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യം മുൻനിർത്തി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യത്തെ എതിർക്കാനാണ് പോലീസിന്റെ നീക്കം. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തത തേടി വിജിലൻസ് ഡയറക്ടർ. അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ടിലാണ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത വ്യക്തത തേടിയത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് വരണമെന്നും റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ച രേഖകൾ പൂർണ്ണമല്ലെന്നും വിജിലൻസ് ഡയറക്ടർ വ്യക്തമാക്കുന്നു. വിജിലൻസിന്റെ തിരുവനന്തപുരം യൂണിറ്റാണ് MR അജിത് കുമാറിനെതിരായ അന്വേഷണം നടത്തിയത്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിന്മേലായിരുന്നു അന്വേഷണം. അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ SP വിജിലൻസ് ഡയറക്ടർ സമർപ്പിച്ചത്. ബ്രിട്ടനിൽ ശനിയാഴ്ച രാത്രി വരെ ശൈത്യകാല കാലാവസ്ഥ തുടരും. ചില സ്ഥലങ്ങളിൽ കൂടുതൽ ഐസും മഞ്ഞും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 15 വർഷത്തിനിടയിലെ ഏറ്റവും തണുപ്പുള്ള ജനുവരി വ്യാഴാഴ്ച രാത്രി UK രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇത്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ താപനില ഇതിലും താഴും.
വടക്കൻ സ്കോട്ടിഷ് ഹൈലാൻഡിലെ ആൾട്ട് നഹാറയിൽ -16.1 °C രേഖപ്പെടുത്തി. ഞായറാഴ്ചയോടെ മഞ്ഞ് ഗണ്യമായി ഉരുകുകയും പുതിയ ആഴ്ചയിലേക്ക് ചൂട് ആരംഭിക്കുകയും ചെയ്യും. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 105.22 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.20 രൂപ, ഒരു യൂറോ 88.26 രൂപ, ഒരു പൗണ്ട് 1.22 US ഡോളർ. US അത്ലറ്റിക്സ് മാസികയായ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസിന്റെ 2024 മികച്ച പുരുഷ ജാവലിൻ ത്രോ താരത്തിനുള്ള റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര ഒന്നാമതെത്തി. പാരീസ് ഒളിമ്പിക്സ് വെള്ളി മെഡൽ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചതാണ് 27-കാരൻ നീരജിനെ തുടരെ 2ാം വർഷവും റാങ്കിങ്ങിൽ ഒന്നാമതെത്തിച്ചത്. പാരീസിൽ വെങ്കലം നേടിയ ഗ്രനാഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സാണ് രണ്ടാമത്. ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം നേടിയ പാകിസ്ഥാൻ താരം അർഷാദ് നദീം 5ാം സ്ഥാനത്താണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹഷ്മണി കേസിൽ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോടതി വക ഒരേ സമയം തല്ലും തലോടും. പോൺ താരം സ്റ്റോമി ഡാനിയൽസിന് പണം നൽകിയെന്ന കേസിൽ ട്രംപ് കുറ്റക്കാരനെന്ന ന്യൂയോർക്ക് ജൂറിയുടെ വിധി ശരിവെച്ച് ന്യൂയോർക്ക് കോടതി. ഔപചാരികമായി വിധി പ്രസ്താവന നടത്തിയെങ്കിലും ട്രംപിനെതിരെ ശിക്ഷ വിധിക്കുന്നത് ഒഴിവാക്കി. വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കോർന മച്ചാഡോയെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ അനുയായികൾ തട്ടിക്കൊണ്ടുപോയെന്ന് ആരോപണം. മഡുറോ വീണ്ടും പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്യുന്നതിനെതിരെ നടന്ന സമരത്തിലാണ് നാടകീയ സംഭവം. UK സമ്പദ് വ്യവസ്ഥയെ തളർത്തുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ചൈന സന്ദർശിച്ച റേച്ചൽ റീസ്. ഈ സർക്കാരിന്റെ ദൗത്യം വളർച്ചയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ശിവസേന ഉദ്ധവ് വിഭാഗം. സംസ്ഥാനത്ത് സഖ്യത്തിലുള്ള കോൺഗ്രസിനെ ഡൽഹിയിൽ തള്ളിയാണ് AAPക്കൊപ്പം നിലയുറപ്പിച്ചത്. KCBC പ്രസിഡന്റ് കർദിനാൾ ക്ലീമിസ് ബാവ പാണക്കാട് സന്ദർശനം നടത്തി. 1 മണിക്കൂർ നീണ്ട കൂടിയാഴ്ചയിൽ ചർച്ചയായത് രാഷ്ട്രീയം. എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൌസിൽ സംഘർഷം. നാട്ടുകാരും വിശ്വാസികളും തമ്മിൽ ഏറ്റുമുട്ടി. അന്തരിച്ച ഗായകൻ P. ജയചന്ദ്രന്റെ മൃതദേഹം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടന്നത്. അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. മോർണിംഗ് ടോപ്പ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.